അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും അർജ് റംസാൻ്റെ ആദ്യത്തെ വീഡിയോക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കുന്ന സെർവറുടെ പേരാണ് ദി ഹൈവ്. അപ്പോൾ ഈ സെർവർക്ക് ഇങ്ങനെ കയറാൻ വെച്ച് കഴിഞ്ഞാൽ പ്ലേ അമർത്തിട്ട് നേരെ സർവസിൽ പോവാം. സർവസിൽ നേരെ അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ദി ഹൈവ് എന്ന് കാണും. ഇത് ഹൈവ്, എന്നിട്ട് അത് പ്ലേ കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ ഹൈവിൽ തന്നെ കയറാം. അപ്പോൾ ഇതിലിപ്പോൾ പുതിയ അപ്ഡേഷനൊക്കെ നടന്നിട്ടുണ്ട്. ഞാനെന്താ ഇന്ന് അറിയണത്. അപ്പം നമുക്ക് നേരെ ഹൈവിൽ കയറാം. അപ്പോൾ നമ്മൾ ഈ ഹൈവിൻ്റെ ഗോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗോൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവ് സീരീസിൻ്റെ ഗോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ മിനി ഗെയിംസിനും ഫുൾ ലെവൽ അടിക്കാം. അതാണ് നമ്മളെ ഗോള്. അപ്പോൾ നമ്മൾ ഒരു ഗെയിമിൽ കയറിയിട്ട് ബെഡ് വാർ സോളോ. നമുക്കൊരു മാപ്പ് തന്നെ സെലക്ട് ചെയ്യാം. മാപ്പ് സെലക്ട് ചെയ്യാം, വണ്ടിക്ക് സ്ക്രോൾ ചെയ്യാം, ഇത് സെലക്ട് ചെയ്യാം. നമുക്ക് ഇനി ഞാൻ കളി തുടങ്ങി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, കളി തുടങ്ങി. നമുക്ക് കുറച്ച് അയണിങ്ങായിട്ട് എടുക്കാം. അതിന് മുമ്പ് ഈ ബെഡ് വാർ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ബെഡ് വാർ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ബെഡ് ഉണ്ട്. അതേപോലെ ഈ ബെഡ് വാർ കളിക്കണം എല്ലാവരുടെയും ഒരു ബെഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളില്ല ആദ്യം അവരുടെ ബെഡ് പോയി പൊട്ടിക്കണം. ജസ്റ്റ് സാധാ ബെഡ് വേണം പൊട്ടിക്കണം, പൊട്ടിച്ചാൽ മതി. ആ പൊട്ടിച്ചിട്ട് നമ്മൾ അവരെ കൊല്ലണം. അപ്പം നമ്മൾ ജയിക്കും. അതേപോലെ എല്ലാവരും പൊട്ടിച്ച് ആരും ലാസ്റ്റ് വരുന്നത്, അപ്പോൾ അവർ ജയിക്കും. ഇപ്പം ഞാനയച്ചാൽ ലാസ്റ്റ് ജീവനോട് നിൽക്കുന്നത്, അപ്പം ഞാൻ ജയിക്കും. അപ്പം എനിക്കൊരു വിക്ടറി കിട്ടും. അതേപോലെ എല്ലാവരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എത്ര സ്പീഡ് ബ്രിഡ്ജൊക്കെ പഠിക്കണം. അപ്പം എൻ്റെ മുമ്പ് ഒരാളെത്തി, മിക്കവാറും ഞാൻ ചാവും. അവനെ കണ്ടിട്ട് നല്ല പ്രോയാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഞാൻ അപ്പം ഇതിന് വീട്. ഇനി നമുക്ക് കുറച്ചുകൂടെ അയണെടുത്തിട്ട് 2 സോഡ് പഠിക്കുക. അവനിക്ക് എൻ്റെ സ്ഥലത്ത് വരാൻ പറ്റില്ല, കാരണം അവൻ്റെ 16 ബോൾ അവൻ കൃത്യമായി ഉപയോഗിച്ചു. ഇത് കാരണം അവനിക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല. നമുക്കൊരു 10 അയണിങ് കെറ്റിന് 2 സോഡ് മേടിച്ചിട്ട് ഒരെണ്ണം നമുക്ക് ഈ ചെസ്റ്റിൻ്റെ ഉള്ളിൽ വെക്കാം. അപ്പോൾ അതിൻ്റെ ഉപകാരങ്ങൾക്ക് ആദ്യം മനസ്സിലാവില്ല, പിന്നീട് മനസ്സിലാവും. എപ്പോഴെങ്കിലും ഉപകാരം ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് അവനെ തട്ടാൻ നോക്കാം. അവൻ്റെ ഒരു സോഡുണ്ട്. ഞാൻ ചത്തു, പറഞ്ഞില്ല ഞാൻ ചാവൂന്ന്. ഇനി നമുക്ക് ഞാൻ അവിടെ വെച്ച സോഡ് നമുക്ക് തിരിച്ചെടുക്കാം. സോഡ് അടച്ച് അവൻ നമ്മളെ വെട്ട് പൊട്ടിച്ചു. നമുക്ക് അവനെ കൊല്ലാൻ നോക്കാം. ഞാൻ ചത്ത്. ചത്തില്ല. ഞാൻ അവൻ്റെ ബേസിക്ക് ഓടിപ്പോട്ടെ. അവൻ വരാത്ത പിന്നാലെ ചത്ത. ഗൈസ്, അവനെങ്ങനെ ചത്ത് എനിക്കറിഞ്ഞോടെ എങ്ങനെ ചത്തെന്ന്. നമുക്ക് അവരെ കൊല്ലാൻ പോവാ. അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മിക്കവാറും ഞാൻ ചാവും. എനിക്കൊരു കില്ല് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചത്ത്. എനിക്ക് ഈ കളിയൊന്നും പറ്റിയതല്ല ഗൈസ്. നമുക്ക് വേറെ ഏതെങ്കിലും കളി കളിക്കാം. ഗൈസ്, ഞാൻ പുതിയ കളി ചേർന്ന്. അപ്പോൾ ഈ കളി ഞാൻ അല്ലാതെ വിശദമായി പറഞ്ഞുതരാം, കാരണം ഇത് ഡൂൾസ് ആണ്. അപ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ശത്രു. 1v1 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം 5 അയണിങ് കിറ്റ് എടുക്കണം. എന്നിട്ട് 5 അയണിങ് കിറ്റ് അഞ്ചുണ്ടായി. എന്നിട്ട് അത് വെച്ചിട്ട് വൂള് മേടിക്കണം. 16 വൂള് മേടിച്ചിട്ട് സ്പീഡ് ബ്രിഡ്ജ് ചെയ്തിട്ട് നേരെ സെൻറ്ററിലേക്ക് പോകണം. സെൻറ്ററിലെത്തിയിട്ട് ആ ഒരു ഡയമണ്ട് എടുത്തിട്ട് നേരെ നമ്മളുടെ ബേസിക്ക് വരണം. ബെഡിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് നേരെ അവിടെ ഈ അയണിങ്ങിൻ്റെ വരുന്ന സ്ഥലത്തില്ലേ, അപ്പോൾ പഞ്ച് ടു അപ്ഗ്രേഡ് ഒന്നുമില്ല, അവിടെ പഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി മുതൽ അവിടെ നമുക്ക് ഇത് കിട്ടും, ഗോൾഡ് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി വൂൾ എടുത്തിട്ട് നമ്മൾ നേരെ സെൻറ്ററിലേക്ക് പോകണം. ആ സെൻറ്ററിലേക്ക് പോകാനും മറ്റേ ഈ 16 വൂൾ വെച്ചിട്ട് മൊത്തമായിട്ടാണ് ആവാൻ പറ്റില്ല. അത് കാരണം നമ്മൾ കുറച്ച് പിശുക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ വെച്ച് പിശുക്കണം. ഇത് ചാടിയാൽ ചത്തില്ല. ഇനി നമുക്ക് ഇവിടുത്തെ എമറാൾഡ് എടുക്കണം. ഈ എമറാൾഡ് വെച്ചിട്ട് നമുക്ക് ഡയമണ്ട് സോഡ്, ഡയമണ്ട് ആർമർ, എൻഡർബേർഡ് അങ്ങനെ എന്തുകൊണ്ട് മേടിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ പിക്കാക്സ് മേടിക്കാം, ഡയമണ്ട് പിക്കാക്സ്. അപ്പോൾ നമുക്ക് 4 എമറാൾഡ് കിട്ടി. നമുക്ക് തിരിച്ച് നമ്മളുടെ ബേസിക്ക് അങ്ങനെ പോവാ. വീഴോ? വീണില്ല. ഇനി ഇവിടെ നിന്ന് ചാടണയുടെ മുമ്പ് സൂക്ഷിച്ചിട്ട് അടി ഇറങ്ങിയിട്ട് മെല്ലെ ചാടാ. വീണില്ല. എന്നിട്ട് ഇവിടുന്ന് കുറച്ചുകൂടി എന്തെടുത്തിട്ട് ഡയമണ്ട് എടുത്തിട്ട് നമ്മളുടെ ബേസിൽ പോവാ. എന്നിട്ട് നമുക്ക് കുറച്ച് ഇതെടുത്തിട്ട് ഡയമണ്ട് നമുക്ക് കുറച്ച് ഇത് മേടിക്കണം. ടെറാക്കോട്ട് മേടിച്ചിട്ട് ബെഡ് ഡിഫെൻഡ് ചെയ്യണം. ബെഡ് ഡിഫെൻഡ് ചെയ്യാൻ 2 ഡയമണ്ട് കൊടുത്ത് തന്നെ 16 ടെറാക്കോട്ട് കിട്ടും. അത് വെച്ച് നമുക്ക് ബെഡ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശത്രു ടീമിന് ഇത് പൊട്ടിക്കണമെങ്കിൽ പിക്കാക്സ് വേണം, അല്ലെങ്കിൽ കൈ കൊണ്ട് 5-6 മിനിറ്റ് എടുക്കും പൊട്ടിക്കാൻ. അപ്പോൾ ഞാൻ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഇത് 28ആയി. അപ്പോൾ 28 ഗോൾഡ് കിട്ടിയത് നമുക്ക്
ഇത് മേടിക്കുക, അയൺ ആർമർ മേടിക്കുക, എന്നിട്ട് ഒരുപാട് ബ്ലോക്ക് മേടിച്ചിട്ട് നേരെ നമുക്ക് ശത്രു ടീമിൻ്റെ അടുത്ത് പോവാ. അവൻ ന്യൂബാന്ന് തോന്നുന്നു, അവൻ സെൻറ്ററിലേക്ക് വന്നിട്ടില്ല. അവൻ ഒന്നും അവൻ സെൻറ്ററിലുണ്ടായിരുന്നില്ല. നമുക്ക് നേരെ അവൻ്റെ അടുത്ത് പോവാ. അപ്പോൾ കുറച്ചുകൂടി ബ്രിഡ്ജ് ആയിട്ടല്ലേ ഞാനടി വീണു. നമുക്ക് നേരെ അവൻ്റെ അടുത്ത് പോവാ. ഗായ്സ് അവൻ വന്നത് തോന്നുന്നു, പക്ഷെ അവനിക്ക് മര്യാദ കളിക്കാറിനോട്. അവൻ്റെ ബ്രിഡ്ജിങ് കണ്ട തന്നെ മനസ്സിലാവും. ഒയ്യോ, ഞാനൊരു കാര്യം പറഞ്ഞു പോയി ഗൈസ്. നമുക്കിത് ചെയ്യണമെങ്കിലില്ലേ, ഇത് വൂളല്ലേ, ഞാൻ വെച്ചിട്ട് ഇറങ്ങോട്ടായിരിക്കും. അയ്യോ അയ്യോ, അവൻ ചത്തില്ലേ? ഞാൻ വിചാരിച്ച് അവൻ ചത്തുന്ന് വേറെ പൊട്ടിക്കാൻ പോയത്. അവർക്ക് ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇണ്ടുവാടാ, ഇണ്ടുവാ, ചാവ് ചാവ് ചാവ്. അവൻ ചാവണൊരു വഴിയില്ലല്ലോ. അവനെ കൊല്ലാൻ വേണ്ടി അവിടെ കുറച്ച് ബ്ലോക്ക് വെക്കുക. അവൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പോവാ. തടിക്ക് ചാടിയിട്ട് പൊട്ടിക്കാം. ഡേയ് എന്തുട്ടേ എന്നെ കൊല്ലാൻ നോക്കണേ? എന്നോട് ഇത്ര പകയുണ്ടോ? പാപ്പ മുൻകൈച്ചോട്ടറേ. അവൻ്റെ പെട്ടി രണ്ട് പൊട്ടിച്ചു. നമുക്ക് ഇങ്ങോട്ട് പോവാ. ഇവിടെ നിന്നിട്ട് അവനെ കൊല്ലാൻ നോക്കുക. ചവ് ചവ്. വീണാ? അവൻ വീണ്. ഞാൻ ജയിച്ചു. ഫസ്റ്റ് വിക്ടറി. ആദ്യത്തെ വീഡിയോയിൽ ഒരു വിക്ടറി കിട്ടി. എന്താ ഗൈസ്, ഫസ്റ്റ് ആർജി റംസാൻ. മോനെ, നമുക്ക് കളി തന്നെ പോവാം. ഗൈസ് എനിക്കൊരു ഇത് കൂടി ഉണ്ട്. ഇപ്പൊ പുതിയതായിട്ടൊരു ഗെയിം വന്നിട്ടില്ലേ, പുതിയ അപ്ഡേറ്റില്ലേ? ഞാൻ ഇതോടെ കളിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അതൊന്ന് കളിക്കാം. ഇതെന്തൊരു കളി മനസ്സിലാവണില്ല. എന്താ ഇതൊരു പ്ലെയറല്ലേ? ഇതെന്താ കളി? എടുക്കണ വീണപ്പോ നമ്മള് ചത്ത. ഈ പ്ലെയർ എന്താ ചെയ്യണം നോക്കി നമുക്ക് ചെയ്യാം. ഈ പ്ലെയർ ചൂണ്ടെടുത്ത് നമ്മൾ ചൂണ്ടെടുത്തിട്ട് അത് വലിക്കണം. ഗൈസ് ഇപ്പോഴാ കളി മനസ്സിലായി. നമ്മൾ നമ്മളുടെ ഉള്ള ചൂണ്ടെടുത്തിട്ട് അതിനെ വലിക്കണം. അപ്പൊ നമുക്കത് കിട്ടും. എനിക്കൊരു പെട്ടി കിട്ടി. അടുത്ത പെട്ടി ഈ പെട്ടി എടുക്ക. വലിക്കട്ടില്ല. മാർക്കറ്റ് പ്ലേസ് അങ്ങനെ തന്നെ ബോള്. നമുക്ക് വീണ്ടും മാർക്കറ്റ് പ്ലേസ്. അതെന്തത്? വേറെ ഏതേ പെട്ടി ഉണ്ട്? അടിയിലുള്ള പെട്ടികളാണ് എടുക്കേണ്ടത്. എടുക്കാൻ പറ്റില്ലല്ലോ. ഇതെന്താ കളി മനസ്സിലാവണില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും പിടിയുണ്ടേ കളിയെ കുറിച്ച്? ഇതൊരു പിടിയില്ല, ഒന്നും മനസ്സിലാവണില്ല. നമുക്ക് പറ്റിയതല്ലേ കളി? നമുക്ക് ഫസ്റ്റ് വെച്ചാല് ഇതൊക്കെ കിട്ടെ. വീണ്ടും മാർക്കറ്റ് പ്ലേസ്. പൈസയുടെ കളി തന്നെയല്ലടാ മൊത്തം. ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട് സ്ഥലം. ഇത് കൺസിഡറേഷനൊക്കെ എന്താ ഗൈസ് ഇത് എപ്പോഴും മാർക്കറ്റ് പ്ലേസ് 990 മൈൻ കോയിൻസ് കൊടുത്തതിനാ നമുക്ക് പെട്ടി കിട്ടുന്ന. ഇങ്ങനെ ബെഡ് വരെ പോവാ, അതാ സുഖം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നെല്ലാവർക്കും ബൈ.